ചിലർ വർഷങ്ങളോളം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചാലും അവരുടെ പ്രകടനങ്ങൾ നമ്മൾ മറന്നുപോകാറുണ്ട്. എന്നാൽ 2 മാച്ചുകൾ കൊണ്ട് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ചേക്കേറിയ താരമാണ് സിംബാബ്വേയുടെ ഡഗ്ലസ് മർലിയർ. മർലിയറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പതിനാറാമത്തെ വയസ്സിൽ മർലിയർ സഞ്ചരിച്ച കാർ ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചു. കാറിന്റെ മുൻസീറ്റിലുണ്ടായിരുന്ന മർലിയറിന്റെ സുഹൃത്തും അയാളുടെ മുത്തച്ഛനും സ്പോട്ടിൽ തന്നെ മരിച്ചു. മർലിയറിന്റെ 2 കാലും ഒടിഞ്ഞുപോയി. ചികിത്സിച്ച ഡോക്ടർ കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. വേറെയും ഡോക്ടർമാരെ കണ്ടെങ്കിലും കാല് മുറിച്ചു കളയേണ്ടി വരും എന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. എന്നാൽ ബോവേഴ്സ് എന്ന ഡോക്ടർ വേറൊരു ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുകയും കാല് മുറിച്ചു കളയാതെ മർലിയർ രക്ഷപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. 1 വർഷത്തോളം വീൽ ചെയറിലായിരുന്നു മർലിയർ. എന്നാൽ 4 വർഷത്തിനു ശേഷം അദ്ദേഹം സിംബാബ്വേക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. ഓപ്പണറായാണ് അദ്ദേഹം തുടങ്ങിയത്. ആദ്യ മത്സരത്തിൽ അലിസ്റ്റർ ക്യാമ്പലും ഒന്നിച്ച് ആദ്യ വിക്കറ്റിൽ 83 റൺസ് കൂട്ടിയിട്ടുണ്ടാക്കിയ മർലിയർ രണ്ടാമത്തെ മാച്ചിൽ ക്യാമ്പലും ഒന്നിച്ച് 97 റൺസ് കൂട്ടിച്ചേർത്തു. ഈ 2 മത്സരങ്ങളിലും സിംബാബ്വെ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചു. എന്നാൽ പിന്നീട് ഫോം നഷ്ടപ്പെട്ട മർലിയർ ലോവർ മിഡിൽ ഓർഡറിലാണ് കളിച്ചത്. 2001 സിംബാബ്വേയും ഓസ്ട്രേലിയയും തമ്മിൽ പെർത്തിൽ നടന്ന മത്സരത്തിൽ അവസാന ഓവറിൽ 15 റൺസ് വേണ്ടപ്പോൾ 7ാം നമ്പർ ബാറ്റ്സ്മാനായാണ് മർലിയർ ക്രീസിലെത്തുന്നത്. ആ പരമ്പരയിൽ ആദ്യമായാണ് മർലിയർ ബാറ്റ് ചെയ്തത്. ബോൾ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ബോളറായ ഗ്ലെൻ മഗ്രാത്തും. ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാർ പോലും മഗ്രാത്തിനെതിരെ ഇത്രയും റൺസ് എടുക്കാൻ ഒന്ന് വേർക്കും. എന്നാൽ അന്ന് വരച്ചത് മഗ്രാത്തായിരുന്നു. ആദ്യ ബോൾ ഓഫ് സ്റ്റംപിൽ ലോ ഫുൾ ടോസ്. മർലിയർ ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് മാറി സ്കൂപ്പ് ചെയ്ത് ഫൈൻ ലെഗിന് മുകളിലൂടെ 4 അടിച്ചു. AB ഡിവിലിയേഴ്സും ജോസ് ബട്ട്ലറുമൊക്കെ ഈ ഷോട്ട് നന്നായി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായി ആ ഷോട്ട് കളിച്ചത് മർലിയർ ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ പോലും സ്കൂപ്പ് ഷോട്ട് ജനപ്രിയമാക്കിയത് മർലിയർ ആയിരുന്നു. 3ാമത്തെ പന്തിലും മർലിയർ സെയിം ഷോട്ട് കളിച്ച് ബൗണ്ടറി നേടി. അവസാന പന്തിൽ 3 റൺസ് വേണ്ടിയിരുന്നപ്പോൾ 1 റൺസ് നേടാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. വീണ്ടും ഒരു സ്കൂപ്പ് ഷോട്ട് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയം സിംബാബ്വേയുടേതായേനെ. മഗ്രാത്തിനെതിരെ അർഹിച്ച വിജയം നഷ്ടമായെങ്കിലും 1 വർഷത്തിനു ശേഷം ഇന്ത്യക്കെതിരായ മത്സരത്തിൽ വിജയം മർലിയറിനെ തേടിയെത്തി. 2002 ഫരീദാബാദിൽ നടന്ന മത്സരത്തിൽ 275 റൺസ് ജയിക്കാൻ വേണ്ടിയിരുന്ന സിംബാബ്വെ 45ാം ഓവറിൽ 210-ന് 8 എന്ന നിലയിൽ തകർന്നിരിക്കുമ്പോഴാണ് മർലിയർ ബാറ്റ് ചെയ്യാനെത്തുന്നത്. ഓപ്പണറായി തുടങ്ങിയ മർലിയറിന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് പറഞ്ഞത് അന്ന് 10ാമനായി ബാറ്റ് ചെയ്തപ്പോഴാണ്. 34 പന്തിൽ 65 റൺസ് നേടിയിരുന്ന സിംബാബ്വേക്ക് വേണ്ടി 24 പന്തിൽ 56 റൺസ് നേടി പുറത്താകാതെന്ന മർലിയർ അവിശ്വസനീയമായ വിജയം സമ്മാനിച്ചു. 8 ഓവറിൽ 2 മെയ്ഡനടക്കം 15 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്ത ഫോമിൽ നിന്നിരുന്ന സഹീർ ഖാനാണ് ഇത്തവണ മർലിയർ സ്കൂപ്പിന്റെ ചൂടറിഞ്ഞത്. എങ്ങനെ എറിഞ്ഞിട്ടും മർലിയർ കീപ്പറിന്റെ മുകളിലൂടെയും ഫൈൻ ലെഗിന് മുകളിലൂടെയും ബൗണ്ടറികൾ പായിച്ചു. വിക്കറ്റിന് മുന്നിലൂടെയും അന്ന് മർലിയർ റൺസ് നേടി. സ്ക്വയർ ലെഗിലൂടെ സഹീറിനെതിരെ അടിച്ച 6ഉം കവറിലൂടെ നേടിയ ബൗണ്ടറികളും അതിൽപ്പെടുന്നു. അവസാന 2 ഓവറിൽ 32 റൺസാണ് സഹീർ വഴങ്ങിയത്. അനിൽ കുംബ്ലെയാണ് അന്ന് മർലിയറിന്റെ അടി ഏറ്റുവാങ്ങിയ മറ്റൊരു താരം. അവസാന ഓവർ കുംബ്ലെ എറിയുമ്പോൾ 10 റൺസ് വേണ്ടിയിരുന്നു. 2 ബൗണ്ടറികളുടെ സഹായത്തോടെ മർലിയർ 4ാം പന്തിൽ സിംബാബ്വെയെ വിജയത്തിലെത്തിച്ചു.